ചാണകക്കുഴിയിൽ വീണ് ലീഗ്. ഒരു കാലത്ത് ലീഗ് മതേതരത്വം സംരക്ഷിക്കുന്ന പാർട്ടിയായിരുന്നു. മതേതരത്വം സംരക്ഷിക്കാൻ എക്കാലവും മുന്നോട്ട് വന്നിരുന്ന പാർട്ടിയായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ, കേരളത്തിൽ വർഗീയ കലാപം കത്തിപ്പടർന്നപ്പോൾ അതിനെ ചെറുക്കാൻ അന്നത്തെ തങ്ങൾ നടത്തിയ ശ്രമങ്ങളൊക്കെ ചരിത്രമാണ്. ഇന്ന് തങ്ങളുടെ പിൻഗാമിയായി എത്തിയിരിക്കുന്നത് സാദിഖ് അലി തങ്ങളാണ്. സാദിഖ് അലി തങ്ങൾ നിശബ്ദനായി നിൽക്കുന്നു ലീഗ് മന്ത്രിമാരുടെ പോക്ക് കണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനെ മുസ്ലിം സമുദായത്തിനിടയിൽ ജനകീയനാക്കിയത് KM ഷാജിയുടെ ചില നമ്പറുകളാണ്. സതീശനും താനും ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെന്നും, ഒരു മുറിയിൽ കിടന്നുറങ്ങിയതിന് ശേഷം സതീശൻ പ്രാർത്ഥിക്കുമ്പോൾ താൻ നിസ്കരിച്ചുവെന്നും ഒക്കെ KM ഷാജി വെച്ചു കാച്ചി. KM ഷാജിയുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ലീഗണികൾ സതീശനെ ഏറ്റെടുത്തു. എന്തായാലും PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. PM ശ്രീയിൽ ഒപ്പിട്ടാൽ അത് വലിച്ചു കീറി അറബിക്കടലിൽ എറിയും. UDF അധികാരത്തിൽ വന്നാൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ തിരികെ കൊണ്ടുവരും എന്നൊക്കെയാണ് PM ശ്രീ പദ്ധതി LDF സർക്കാർ ഒപ്പിടാൻ തീരുമാനിച്ചപ്പോൾ, ഒപ്പിടാനുള്ള ഒരു തീരുമാനം CPM എടുത്തപ്പോൾ KM ഷാജി പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം വിഴുങ്ങിയിരിക്കുന്നു KM ഷാജി. PM ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ എന്താണ് തകരാറെന്ന് KM ഷാജി മുസ്ലിം സമുദായത്തോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യവും. മദ്യം തങ്ങൾക്ക് ഹറാമാണ്, പക്ഷേ ബക്കാഡിയുടെ പണം ഹറാമല്ല. വീര്യം കുറഞ്ഞ മദ്യം മുസ്ലിം സമുദായത്തിന് ഹറാമാണ്, പക്ഷേ ബക്കാഡിയുടെ പണം ഹറാമല്ല. എത്ര കിട്ടി KM ഷാജിക്കും കുഞ്ഞാലിക്കുട്ടിക്കും എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം സമുദായം. അദാനി സതീശനെ അധികാരത്തിലേറ്റാൻ വേണ്ടി കോടികൾ ഒഴുക്കിയത് ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കൾക്കും അതിൻ്റെ ചില്ലറകളൊക്കെ കിട്ടി, ജമാഅത്തെ ഇസ്ലാമിക്കും കിട്ടി. അതുകൊണ്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അവർ വിറവ് വെട്ടിയതും വെള്ളം കോരിയതും തെരുവിലിറങ്ങിയതും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ നിലപാട്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ KCക്കായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കഴിഞ്ഞു. ഇവർക്കൊക്കെ അദാനി പണം വാരി എറിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയം. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ ഓൺ ചാനൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാനലായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത് അല്പം മെച്ചപ്പെട്ടു. ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ മീഡിയ ഓണിന് കഴിഞ്ഞു. എന്തായാലും സതീശൻ ചെയ്യുന്നതിനെല്ലാം പിന്തുണയ്ക്കുകയാണ് ലീഗ് മന്ത്രിമാർ, പ്രത്യേകിച്ച് KM ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും. നമ്മുടെ കുട്ടനാട് MLA റജി ചെറിയാൻ മൂലംകളി വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ സതീശൻ പറഞ്ഞത് അത് ആലോചിക്കാം എന്നാണ്. എന്നിട്ട് സതീശൻ അറിയാതെ മൈക്ക് സതീശനെ ചതിച്ചു. ഒരു കാരണവശാലും അവധി നൽകില്ല എന്നാണ് സതീശൻ അടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സതീശനെ സംരക്ഷിക്കാൻ രംഗത്തെത്തുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും PM ശ്രീ പദ്ധതി, അദാനി, ബക്കാഡി എന്നിങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ സതീശൻ അധികാരത്തിലേറി 50 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകും. ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കേണ്ടത് ഗോൾവാർക്കറുടെയും സവാർക്കറുടെയും ഒക്കെ ചരിത്രമായിരിക്കും. നാഥറാം ഗോഡ്സെയുടെ വീരപരാക്രമങ്ങൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ മുസ്ലിം സമുദായം ഇപ്പോൾ തിരിച്ചറിയുന്നു. ലീഗ് മന്ത്രിമാർ സംഘികളുടെ ചാണകക്കുഴിയിൽ വീണ് കിടക്കുന്ന ദയനീയമായ ദൃശ്യം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപജയത്തിൻ്റെ
കാലമാണ്. എത്ര കാലം ലീഗിന് ഇങ്ങനെ തുടരാൻ പറ്റും? ഇപ്പോൾ ശേഷാദ്രിനാഥൻ്റെ നിയമനം നടത്തിയിരിക്കുന്നു സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. ശേഷാദ്രിനാഥനെ നിയമിച്ചത് താനാണെന്നും ആർജവത്തോടെ പറയുന്നു KM ഷാജി. ശേഷാദ്രിനാഥൻ അറിയപ്പെടുന്ന RSS സംഘപരിവാർ അനുഭാവിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളല്ല സംഘപരിവാറിൻ്റെ വീട് പണി ചെയ്യുന്ന പോസ്റ്റുകളാണെന്നും പറഞ്ഞത് അഡ്വക്കേറ്റ് PM നിയാസാണ്, KPCC ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഹൈക്കമാൻഡിന് കത്തയച്ചു. ശേഷാദ്രിനാഥനെ നിയമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി. സതീശനെ കാണാൻ ശ്രമിച്ചു, പക്ഷേ മുഖ്യമന്ത്രി കാണാൻ അനുമതി നൽകിയില്ല. മുഖ്യമന്ത്രിയുടേതായ രീതിയിൽ കേരളത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ് ലീഗ് പെട്ടിരിക്കും.